ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് 7th ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം എടുത്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് ഉറപ്പാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി മെഷർ ഓഫ് എൻ ആംഗിൾ ദാറ്റ് ഈസ് supplementary to an angle measuring 70 degree. അപ്പോൾ ഒരു 70 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. മെഷർ ഓഫ് ആൻ ആംഗിൾ, ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 180 മൊത്തം നമുക്ക് ആംഗിളിന്റെ സമ്മ് 180 ആണെന്ന് അറിയാം. സോ 180 - 70 ചെയ്ത് കഴിഞ്ഞാൽ 110 കിട്ടും. അപ്പോൾ അതാണ് ആംഗിളിന്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ദാറ്റ് ഈസ് കോംപ്ലിമെന്ററി ടു ആൻ ആംഗിൾ മെഷറിംഗ് 13 ഡിഗ്രി. 13 ഡിഗ്രിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കോംപ്ലിമെന്റിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ 19 - 13 ചെയ്ത് കഴിഞ്ഞാൽ 60 ഡിഗ്രി കിട്ടും. അപ്പോൾ അതിന് ആൻസർ അതാണ്. പിന്നെ ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വേർ ബേസ് is 6 cm ആൻഡ് ഹൈറ്റ് ഈസ് 80 cm എന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. സോ ഹാഫ് ഇൻറ്റു BH ആണ് നമുക്കറിയാം. സോ ഹാഫ് ഇൻറ്റു 6 × 8 ദാറ്റ് ഈസ് 24 cm സ്ക്വയർ ഏരിയയാണ്. CM സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കിട്ടി. പിന്നെ എ ബൈസൈക്കിൾ ട്രാവൽസ് 120 km in 4 hours. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡസ് ഇറ്റ് ട്രാവൽ പെർ അവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 120 120 കിലോമീറ്റർ 4 hours എടുക്കുമെങ്കിൽ അതിൻ്റെ എന്താണ് എന്തോരം ഹൗ മെനി കിലോമീറ്റേഴ്സ് ഇത് ട്രാവൽ ചെയ്യുമെന്നാണ്, ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 120 ÷ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 13 km/h കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. പിന്നെ ഇവാലുവേറ്റ് 5 × 2 × 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 × 2 ആദ്യം ചെയ്യാം, എന്നിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 13 കിട്ടി. സിമ്പിളായിട്ട് നമ്മൾ ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.